ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D3 സോൺ. അപ്പോൾ D3 സോണിൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പൊടി വെച്ചിട്ട് ഒരു ഹെൽത്തി പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് അത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് വെള്ളം തിളയ്ക്കാറാവുമ്പോൾ നമ്മൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്തെടുത്ത പാസ്ത ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന രൂപത്തിൽ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചിട്ട് നമ്മൾ റൗണ്ടിൽ അത് പരത്തിയിട്ട് കട്ട് ചെയ്തതാണ്. അതാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവാൻ വെക്കുക. അതിനുശേഷം നമുക്കത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഊറ്റി മാറ്റി കഴിയുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് വീണ്ടും ഊറ്റുക. അതിനുശേഷം നമുക്കിതിലൊരു ഫില്ലിങ്സ് പോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് സബോള ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വഴറ്റി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് എരിവിനനുസരിച്ച് പിന്നെ ചില്ലി പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും അതുപോലെ കൊറിയാൻഡർ പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു 2.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് ചിക്കൻ്റെ വേവിച്ചിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉള്ളവർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾഡ് 2 എഗ്ഗും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടി ഒരു ടൈം കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പാസ്ത ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അടിപൊളി ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. സൂപ്പർ. എല്ലാവരും വീട്ടിൽ ചാലഞ്ച് ചെയ്യുക. അടുത്ത വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക.